ഒരു മരം, ആ മരത്തിൻ്റെ മുകളിൽ ഒരു ഇല, പഴുത്തു നിൽക്കുന്ന ഒരു ഇല, അത് പതിയെ താഴേക്ക് വീഴും. താഴെ വീണ് ആർക്കും വേണ്ട എന്ന് തോന്നും, അല്ലെങ്കിൽ ആ ഇലക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. പക്ഷെ ഒരു കാറ്റ് വന്നാൽ ആ മരത്തിനേക്കാൾ ഉയരത്തിൽ അത് പറക്കും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ കാര്യം അങ്ങനെയാണ്. കഴിഞ്ഞ സീസണിൽ എല്ലാവരും എഴുതി തള്ളിയ ടീമാണ്, പക്ഷേ ഇന്ന് തൃശ്ശൂർ ഈ ലീഗിൻ്റെ രോമാഞ്ചമാണ്. ഉറപ്പായിട്ട് നമ്മൾ ജോപ്പോളേട്ടന്, അതേപോലെ തന്നെ കോച്ച്, എല്ലാവരും ഈ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ വിഷമിച്ചു. അതായത് ലാസ്റ്റ് സമയത്താണ് ടീം എടുത്ത് കാര്യങ്ങളെല്ലാം റിസൾട്ട് വന്നില്ല. കളിക്കുന്നുണ്ടായിരുന്നു, റിസൾട്ട് ഗോൾ അടിക്കുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഒരു ഗോൾ ഇപ്പം സാധാരണ 1-2 അടിച്ചു, ഇന്ന് 3 അടിച്ചു. ഇപ്പം അടുത്ത് നമുക്ക് നോക്കാം ഫൈനലിൽ. ജസ്റ്റിസ്, ഇപ്പം താങ്കളൊരു പ്ലെയർ കൂടിയാണ്. അങ്ങേ അറ്റത്തൊരു ക്രോസ് ബാറിലൊരു അടി വന്ന സമയത്ത് നെഞ്ചൊന്ന് പിടച്ചു പോയോ? അത് കുറച്ച് പിടച്ചായിരുന്നു. അതൊക്കെ കളിയിൽ സ്വാഭാവികമാണ്. അതെ, അതൊക്കെ നടക്കും. അതൊക്കെ കളിയിൽ അവസാന നിമിഷങ്ങൾ എന്തായാലും സംഭവിക്കുന്നതാണ്. അതൊക്കെ ചില എസ്കേപ്പ്, അതൊക്കെ ചില ഭാഗ്യം. അത് തന്നെയാണ് കളിയിൽ. അല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. മനസ്സിലായോ? നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കില്ല. ചില സമയങ്ങളിൽ നമുക്ക് ലക്കും അതിൻ്റെ ഒരു അത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി പൂരം അങ്ങ് കണ്ണൂരാണ്. ഇനി കണ്ണൂരാണ്. തീർച്ചയായിട്ടും. കാരണം മലപ്പുറം വാസ് എ വെരി ബിഗ് ഗെയിം ഫോർ അസ്. വലിയൊരു ഗെയിമായിരുന്നു അത്. ഇന്ന് ജയിക്കാൻ തന്നെ ഹ്യൂജ് തിങ് ഫോർ അസ്. മലപ്പുറം നന്നായി കളിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് ദം. ടീം വളരെ നന്നായി കളിച്ചു. ഈ പറഞ്ഞ പോലെ മാർക്കസ് വാസ് ആ ട്രംപ് കാർഡ്. ആൾ ഇഞ്ചേർഡ് ആയിരുന്നു, തിരിച്ചു വന്നപ്പോൾ ഒരു ഹാട്രിക് എന്ന് പറഞ്ഞാൽ ഫാന്റാസ്റ്റിക്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു. ഇന്നിപ്പം മലപ്പുറവും തൃശ്ശൂരും തമ്മിൽ നടന്ന മത്സരത്തിൽ ഒരു കുടമാറ്റത്തിൽ മാർക്കസ് ജോസഫ് എന്ന് പറയുന്ന നല്ല വിലമതിക്കാനാവാത്തൊരു കുടയെടുത്ത് ഉയർത്തി. പക്ഷെ ഒരു കണ്ണൂരുകാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബിനീഷേട്ടൻ, കണ്ണൂർ വന്നാൽ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഇവരോടാണ് പറയാനുള്ളത്. അതായത് നിങ്ങൾ കേട്ടോ കണ്ണൂർ, ഞാൻ കമന്റേറ്റർ ആണെങ്കിൽ പോലും പക്ഷെ കണ്ണൂരാണ് കളി, കണ്ണൂരായിട്ടാണ് കളി. അപ്പം ഇതൊന്നും പോരാ. അവിടെ ഒരു 10-15 ബസ്സെങ്കിലും കൊണ്ടുവരണം.